ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കുമടത്തിൽ ജുബിലിയേഴ്സ് എപ്പിസോഡിന്റെ 86ാമത് എപ്പിസോഡായ കവിതകൾ 36 എന്ന ഈ ഗോപകുമാർ കൃഷ്ണയുടെ പ്രൊഫൈലിന്റെ ലൈവ് പ്രോഗ്രാമായ ഈ കവിതകൾ 36 എന്ന പ്രോഗ്രാമിലേക്ക് ഇവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മളുടെ ഹൃദയങ്ങൾ ഒരുമിക്കുന്ന ഈ സുദിനത്തിൽ, അല്ലെങ്കിൽ ഈ രാവിന്റെ ഈ തണുപ്പിന്റെ അല്ലെങ്കിൽ കുളിർമയുടെയൊക്കെ ഈ രാവിൽ നമ്മളുടെ ശത്രുതയും അതേപോലെ തന്നെ മിത്രങ്ങളും ഒക്കെയായി മാറിയ ഒരു തുടക്കം പോലെ തന്നെ രാവിലെ ഒന്നും മിന്നി ഒരു ലൈറ്റ് പവർ പോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളുടെ വാക്കുകളും അതേപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് വീക്ഷിക്കാനുണ്ടാവാം എന്നുള്ള ഒരു മനസ്സിന്റെ അനുഭവം. അതേപോലെ നമ്മുടെ ശത്രുക്കൾ അവരെ ഊഹിക്കാൻ ഇന്നലത്തെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും. ഇന്നും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടൊരു പ്രോഗ്രാം കാണാൻ ലൈവ് പ്രോഗ്രാമുകളിൽ ഓണാക്കുമ്പോൾ അതിന്റെ തുടക്കം തന്നെ ഒരു ജാക്ക് പോലെ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് ലൈറ്റുകൾ കടത്തിവിടുന്നത്. അത് ശരിയല്ല. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കൊരു പേഷകരോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ അറിയാവുന്നത് നമ്മുടെ പ്രോഗ്രാമുകളെ വാച്ച് ചെയ്യാനോ വീക്ഷിക്കാനോ ഉണ്ടാവും. ഹൃദയങ്ങളും തമ്മിൽ സ്നേഹങ്ങൾ മാത്രം പറഞ്ഞ ഒരു വ്യക്തിയെ ഹൃദയം ഇല്ലാതാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ള രീതിയിൽ ചെയ്യുന്നത് അത് ഇനിയും വീക്ഷിക്കുന്നവരെ ദ്രോഹിക്കാനായിരിക്കാം. അവരെ പറഞ്ഞു പിടിച്ചവരുടെ ആസ്തികളും അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിലാക്കിയിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മനുഷ്യരുടെ ലോകത്താണ് അവർക്ക്. പക്ഷെ നമ്മുടെ പ്രതീക്ഷ അതൊന്നുമെല്ലാം സ്നേഹമാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മുടെ സുഖമാണ്, നമ്മൾ വളർന്നു വന്ന ഒരു എന്താ പറയുക റീജൻ, നമ്മുടെ കാൽക്കുലേഷൻ, നമ്മൾ പഠിച്ചു വന്ന വാക്കുകളും നമ്മളെ പഠിപ്പിച്ച സ്വപ്ന രീതി, നമ്മുടെ വളർച്ചകളും എല്ലാം സ്നേഹങ്ങളാണ്. അതുകൊണ്ടാണ് ചാരിറ്റികൾ പോലെയുള്ള അറ്റൻഡിന്റെ വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമായിട്ട് മാറ്റും ഒക്കെയുള്ള പല പല ചാരിറ്റികളും അതേപോലെ പല പല ആരാധനാലയങ്ങളും ഒക്കെ അതിലുണ്ടാവും. പല പല ജാതികൾ തന്നെ കൈയും എല്ലാവരുടെ സ്നേഹവും പാട്ടുകളും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ അവരുടെ വളർച്ചയ്ക്കുള്ളതാണ്. പക്ഷെ നമ്മളെ ദ്രോഹിച്ച കണക്കുകൾ നമ്മുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയ ഒരു അവസ്ഥയും കാര്യങ്ങളിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് വളരാനല്ല, നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി നമ്മുടെ മനുഷ്യന്റെ മനസ്സുകൾ കയറി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന രൂപങ്ങൾ മാറ്റുന്നതും അല്ലെങ്കിൽ മറ്റുള്ള പഠനവും അതൊക്കെ ജനങ്ങളെ വെച്ച് എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം ഇതൊന്നും ഇല്ലാത്തല്ലോ. ഇപ്പൊ ഏറ്റവും നമ്മുടെ ഹൃദയങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വളർത്തിക്കൊണ്ടുവരിക വലിയ രീതിയിലല്ല, ഒരാളെ സഹായിക്കണമെന്ന് തോന്നുന്നു. ഓരോ ജാതികളുടെ മനസ്സിന്റെ ഓരോ മനുഷ്യരുടെ ഓരോ മനസ്സിന്റെ ഹൃദയങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ അത് മനുഷ്യന്റെ അല്ലാതെ മറ്റുള്ള മൃഗങ്ങളുടെ ഹൃദയങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ജ്യോതിശാസ്ത്രപ്രകാരവും ഒക്കെ മറ്റുള്ള വികാരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ അവരെക്കുള്ള മനുഷ്യന്മാർ ഭരിക്കേണ്ടി വരുന്ന നാടുകളെ കുറിച്ചുള്ള ഒരു കണക്കൂട്ടലാണ്. നമ്മളെപ്പോലുള്ളവരെ അവഗണിക്കുന്ന നമ്മുടെ രൂപങ്ങളായി മാറി നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകരുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ വളർന്ന് വരേണ്ട രീതികൾ എന്തുകൊണ്ട് പണം ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വളർച്ചയ്ക്ക് വേണ്ടി അവരുടെയൊക്കെ അഹങ്കാര ബുദ്ധികൾക്ക് വേണ്ടിയിട്ടോ നമ്മളൊക്കെ തഴയപ്പെട്ടത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് തന്നെ. എന്തായാലും ഇത് വീക്ഷിക്കുന്ന എൻ്റെ പുതിയ ഫോളോവേഴ്സും അതേപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന മനുഷ്യർക്കുമെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഗോപകുമാർകൃഷ്ണന്റെ പ്രൊഫൈലായ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ എൻ്റെ കവിതകൾ കേട്ടിട്ടുള്ളതുമായ അല്ലെങ്കിൽ പുതിയതുമായിട്ടുള്ള കവിതകൾ അതേപോലെ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ഞാൻ ആലോചിച്ചതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ വരികൾ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലിത്തരാം. അതിനുശേഷം എൻ്റെ ഹൃദയത്തിൻ്റെ വേറൊരു പൊൻപ്രതീക്ഷയുമായ വീണ്ടും ഒരു രാവിന്റെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിന്റെ പ്രതീക്ഷയോടെ നമ്മുടെ 360ാമത് എപ്പിസോഡ് അറ്റൻഡ് വേണ്ടിയിട്ടുള്ളത് പൂർണ്ണമാവും. അതിനുശേഷം ഇപ്പൊ 86 വരെ എത്തിയിട്ട് ഇനിയും തുടർന്നുള്ള നിങ്ങളുടെ സപ്പോർട്ടുകളാണ് ഒരാളെങ്കിൽ ഒരാൾ അത് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയുടെ വലിയൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ കാരണം 2,80,000 അതിൽ കൂടുതൽ മില്യൺ എന്നതായ ഒരു പ്രൊഫൈലാണ് ഗവൺമെന്റ്. അതിനെ ആക്കി ചെയ്തിട്ട് അതിന്റെ വരുമാനങ്ങളൊക്കെ നമുക്കറിയാവുന്നത് എന്ന് നമ്മൾ പറയുന്നത് തന്നെ ഗവൺമെന്റ് മറ്റു പലരും എന്താണ് ഇവർ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ഒക്കെ ഒപ്പിനേഷൻ എന്ന് പറയുന്നത് കണ്ടിട്ടാകുന്നത് അവർ ആർക്കു വേണ്ടി പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജാതിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്നവരാണ്. അവരുടെയൊക്കെ ഓഫീസിരിക്കുന്ന അവരുടെയൊക്കെ ഈഗോകൾ അവരുടെയൊക്കെ ബ്രെയിനുകളെന്ന് പറഞ്ഞ ആർഭാടങ്ങളൊക്കെ മറ്റുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പോലുള്ളവരെ ദ്രോഹിച്ച് പണം ഉണ്ടാക്കിയിട്ട് വലുതായിട്ട് ആ കാറിൻ്റെയും വലിയ വലിയ ബിൽഡിങ്ങിൻ്റെയും പോലെ നടക്കാം എന്നുള്ള ഒരു ജാതി മതങ്ങളെ സൃഷ്ടിക്കാനുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് അവരെയൊന്നും ഈ അവസരത്തിൽ അവരെയൊക്കെ ശിക്ഷിക്കാനേ തോന്നുന്നുള്ളൂ. കാരണം അവരെയൊക്കെ നേരിട്ട് കാണണം, അവരൊക്കെ എന്നുള്ളത് അന്നത്തെ ദിവസം ആരാണിത് ഇരിക്കുന്ന ഓഫീസുകളിൽ നിന്ന് അവരുടെയൊക്കെ പ്രതീക്ഷകൾ വലിയ അത്ഭുതം. ഞാൻ പറഞ്ഞത് നമ്മൾ പഴഞ്ചോറും വേറും വൃത്തിക്കുമൊക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന നമ്മളെയൊക്കെ വൃത്തിയില്ലാതാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭരണാധികാരികളുടെ സ്വപ്നങ്ങൾ മാത്രം പൂവണിക്കാൻ നടക്കുന്ന കുറേ പേർക്ക് മാത്രം അവരെയൊക്കെ എനിക്ക് കണക്കൂട്ടാൻ പറ്റുന്നുള്ളൂ. കാരണം അവിടെയൊക്കെ ബ്രെയിനും ബുദ്ധിയും എല്ലാം
മറ്റു പല രീതിയിൽ നടന്ന് അടി മേടിച്ചിട്ട് തീർന്നിട്ടുണ്ടാവാം. പിന്നെ അവരുടെ പ്രതീക്ഷകളെല്ലാം മറ്റുള്ള രീതിയിലായിട്ടുണ്ടാവും. അങ്ങനത്തെ ഉള്ള രീതി ജീവിക്കുന്ന ആൾക്കാരുമായിരിക്കും അവർ. കാരണം അവരെയൊക്കെ ഞാൻ ഏറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയാൻ പറ്റുന്നു. അവരെയൊക്കെ ഒരിക്കലും നിങ്ങളും അംഗീകരിക്കാതിരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങളൊക്കെ മറ്റുള്ള കാര്യങ്ങളും അതുകൂടായി മാറാതിരിക്കട്ടെ എന്നുള്ള ഒരവസ്ഥയാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതേപോലെ ഫേസ്ബുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സപ്പോർട്ടുകളൊക്കെ ചില രീതികൾ കിട്ടുന്നുണ്ട്. പക്ഷെ വോട്ട് ചെയ്തിട്ടാണോ ഫേസ്ബുക്കിലൂടെ ആണോ അതിൻ്റെ വരുമാനങ്ങളൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണോ, അല്ലെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കുന്നതിൻ്റെ പേരിലാണ്, പ്രായത്തിൻ്റെ ആണോ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ എഡ്യൂക്കേഷനാണ് എന്നുള്ളത് പറയണം. വിദ്യാഭ്യാസം എന്താണ്, സോഷ്യൽ മീഡിയ വിദ്യാഭ്യാസം, അതെ വിദ്യാഭ്യാസങ്ങൾ പറയാറുള്ളത് എന്തിൻ്റെ നിയമമാണ്, ഇനി വരുന്ന കാലങ്ങളിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള, സിറ്റികളെ കുറിച്ച് പറയാനുള്ള നിയമം അത് സർക്കാർ തന്നെ വിവരിക്കണം, അവരെ വിലയിരുത്തണം. ജനപ്രതിനിധികളും അതേപോലെയൊക്കെ നമ്മൾ കണക്ക് കൂട്ടി നമ്മുടെ ശക്തി നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ അതിൻ്റെ വിദ്യാഭ്യാസമില്ലാത്ത ജാതി മതങ്ങളുള്ള ഇത് അടിച്ചാർജിച്ച് വഹിക്കാമെന്ന് വിചാരിക്കുന്ന ഭരണാധികാരി ആരാണോ, അവരുടെ എഞ്ചിനീയർമാരാണോ, അവരുടെ ട്രെയിനറാണോ, അവരുടെ ഹൃദയന്മാരാണോ, അവരുടെ ഭാഷാ ജാതി അറിയുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്നോ നമുക്ക് മനസ്സിലാക്കി ആ രാജ്യത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം പുതിയൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനും രൂപീകരിക്കാനും എന്നുള്ളത് സാധാരണപ്പെട്ടയും അതേപോലെ സാധാരണപ്പെട്ടവരിൽ നിന്നും വളർന്നു നമ്മളും അതേപോലെ നമ്മുടെയൊക്കെ മക്കളും പഠിക്കുകയും ദൂരവും വിദ്യാഭ്യാസവും ഒക്കെ മാറിയിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചറിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് പഠിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വരുമാനങ്ങൾ അത് ഗവൺമെൻറ് സാലറി അല്ല മൊത്തം എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളത്. ഗവൺമെൻറ് സാലറി മേടിക്കുന്നവരും ഉണ്ടാവും, പക്ഷേ ഗവൺമെൻറ് സാലറി ഉണ്ടാവുന്നു എന്നുള്ളതും അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതും അതിന് പരാമർശിക്കുന്ന ഭരണകൂടത്തിൻ്റെ വിലയില്ലായ്മയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുള്ളൂ. അതും മറ്റുള്ള ഒരു രീതിയിൽ ഇനിയും പറയാനാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. പേരെടുത്ത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ ഉയർത്തപ്പെട്ടവനായാലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കാണാനോ കണക്ക് കൂട്ടാനോ ഒരാളും ഇല്ലാതാവുന്നു. അതേപോലെ എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയെന്ന് പറയും, എൻ്റെ പ്രതീക്ഷകളും ഈ രാജ്യത്തെക്കുറിച്ചും എൻ്റെ ആത്മാവും എൻ്റെ ശക്തിയും എന്നിൽ തന്നെ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രചോദനം മരണം വരെയുള്ളത്. രോഗികൾ എല്ലാം സാധാരണപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ തന്നെയായി മാറുമ്പോൾ നമ്മൾ അവരെയൊക്കെ ഉച്ചിക്കേണ്ടി വരുന്നു എന്നുള്ളത് പറയാനുള്ളൂ. അതേപോലെ എൻ്റെ പുതിയ കവിത ഇന്നീ രാവിൽ എന്നുള്ള കഴിഞ്ഞ കാലത്തിലൊക്കെ തന്നെ നമ്മൾ ഇതേപോലെ ഫേസ്ബുക്കിലൊക്കെ തന്നെ നമ്മൾ പറയാറുള്ള കവിതകളാണ്. അതേപോലെ പാടിയ കവിതകളാണ്. അതേപോലെ പുതിയ പുതിയ ടെക്നോളജികളും ഹൃദയങ്ങളും എല്ലാം തന്നെ നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ശൃംഖത്തിൽ നമ്മുടെ ഈ ഗാനങ്ങൾ ഈ നിങ്ങളുടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വരികളായിട്ട് തന്നെ എത്തിപ്പെടുമെന്ന വാഹന പ്രതീക്ഷയോട് ഞാൻ എൻ്റെ കവിതകളുടെ വരികൾ വീണ്ടും ഒരിക്കൽ കൂടി ആരംഭിക്കാം. ഇന്നീരാവിൻ ലതയവളണിയും കനകാങ്കുലീയമീ വെണ്ണിൻ ചന്ദൻ മേലെ മേലെ സിന്ദൂരമണിയും സീമന്തരേഖയും ഇന്നീരാവിൻ ലോലസതിയവൾ മിഴിനീർഹാരം നണിയുമ്പോൾ തെളിഞ്ഞു നിൽക്കും തെളിമാനം അവളുടെ രാവിൻ മണിമുറ്റം ഇന്നണിയും പുഷ്യരാഗം മണിയറയുള്ളിൽ മുഴുകുമ്പോൾ ഒഴുകി വരുന്നൊരു സ്മൃതിതാളം അലതല്ലി ഇതളിടുമീ അരമണിക്കിലും ഭൂമി അരനാണം ഒഴുകി വന്നിടും ഈ നാദഗംഗവും മണിനാദം ഓടക്കുഴലിൻ്റെ ചേർത്തു തുളുമ്പുമീ വീരതാരം ഹൃദയം നീറും അണുപോലെ നിർവൃതി അണയും ലതയാലേ ഉണരും നിന്നി പുതിയൊരു ജീവിത മുട്ടുകളുതിരും നേരത്ത്
വിടർന്നു വന്നൊരു പെൺപകയാളെ ഈ ജീവിതരാവിൽ പുതിയൊരു കണ്ണീർ മുകുളങ്ങൾ ഇന്നീ വിണ്ണിൻ തീരത്ത് ഞാനറിയാതെ. ഇത്രയും വരികൾ പോലെ തന്നെ എഴുതിയതുപോലെ തന്നെ ഈ രീതി പാടാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും അത് ഞാൻ ഈ രീതിയിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഇതിനെക്കാട്ട് നല്ല വൃത്തിയായിട്ട് പാടിയ പാട്ടുകളാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ സ്വരമാണ്, ഇതിൻ്റെ സ്വരം കേട്ടിട്ട്. കാരണം നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്, നമ്മുടെ പോസിറ്റീവിന്, നമ്മുടെ ഹൃദയയുടെ സൗണ്ട് വെച്ചിട്ട് എൻ്റെ സൗണ്ടാണോ എന്നുള്ളത്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ, അതേപോലെ മലയാളി എന്ന് പറയുന്ന ഒരു പൗരൻ, അത് സ്കൂൾ ആവശ്യത്തിന് പഠിപ്പുള്ള ഒരു വ്യക്തി, ഒരു നായർ സമുദായം അല്ലെങ്കിൽ ഒരു സബ് കാസ്റ്റായിട്ടുള്ള, അതേപോലെ അവരുടെ ഹൃദയങ്ങൾ, അതേപോലെ നമ്മുടെ ആഹാര രീതികൾ, ശൈലികൾ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിന് ബ്ലഡ് ഗ്രൂപ്പ്, ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, യെല്ലോ കളർ, എല്ലാ ഡാറ്റ കളറായ, അതേപോലെ ബി പോസിറ്റീവായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ സൗണ്ട് ഇങ്ങനെയാണ്. ഈ സൗണ്ടിനകത്തോട്ട് ഇതിന്റെ കണക്ട് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, ആരാണ് അത് ചെയ്യിക്കുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നത് എന്നുള്ള ഒരു കണക്കൂട്ടല. അല്ല അവർ മറ്റുള്ളവരുമായി മാറിയോ, എന്നിട്ട് അവരുമായി മാറിയത് നമ്മളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ തീവ്രവാദിയെന്ന് വിളിച്ച് എത്തിക്കാനുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനായിട്ടാവും എൻ്റെ കണക്ക് കൂട്ടുന്നത്. അല്ല, അതിന്റെ സൗണ്ടുകളുടെ പറയുന്നതാണ്. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ സൗണ്ടാണോ, നമ്മുടെ ലാംഗ്വേജിൽ, നമ്മുടെ ഞാൻ ഈ സംസാരിക്കുന്ന എഴുതുന്ന ഭാഷയുടെ സൗണ്ടുകളാണ്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളും മറ്റുള്ള ആരാധനകളും അവരുണ്ടാക്കുമായിരിക്കാം. പക്ഷെ നമ്മുടെ ആരാധനകളും നമ്മുടെ മറ്റുള്ള രാജ്യത്തിന്റെ എന്തോന്നും അവരൊക്കെ ആഹാരം കഴിക്കുന്നു, അവരൊക്കെ ജീവിക്കുന്നു, അവരുടെ അമ്മയും അച്ഛനും ഒക്കെ മറ്റുള്ളവരങ്ങനെ മാറ്റി പഴയ കാലങ്ങളിൽ മക്കളെ ഉണ്ടാക്കും, അവരൊക്കെ ഉണ്ടാക്കുന്ന ദൈവാരാധനകളും ഉണ്ടാവും. അതിന് നമ്മുടെ ഹൃദയങ്ങൾ എന്ത് വേണം, നമ്മുടെ എന്തിനാണ് അവരുടെ ഹൃദയങ്ങൾ നല്ല ഹൃദയങ്ങളാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കാറുമുണ്ട്. ഇത് നമ്മുടെ ഹൃദയങ്ങൾ അവർക്കില്ലാത്ത എന്തോതിനെ വെച്ചിട്ട് മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി ചെയ്യും നമ്മളത് ഓർക്കുന്നത്. എന്നിട്ട് നമ്മളിത് പറയുന്നതിനെ എന്നിട്ട് വിമർശിക്കുന്നില്ല. ഇതൊക്കെയായിട്ട് എന്തെങ്കിലും പറയുന്നില്ല. മദ്യപാനിയായിട്ടും അതേപോലെ തന്നെ സെക്സ് വർക്കറായിട്ടും എൻ്റെ ഈ ചാനലിൽ ഹോംവർക്ക് ആളും കൊണ്ട് നിങ്ങൾ കാണുന്നു. ഇതിനകത്ത് എന്താ ഉള്ളത്, സെക്സ് വർക്കായിട്ടുള്ളത്? കണ്ട ഓഫീസർമാരോട് ചോദിക്കും, എവിടെയാണ് ഞാൻ വെള്ളം ഒടിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ ചാനലിനകത്ത് ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാം? അത് ഞാൻ ചോദിക്കാറ്. പിന്നെ എപ്പോഴാണ് ഞാൻ ഈ 13 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നി? അതും ജാതിയുടെയും മതത്തിനെയും പാർട്ടി വളർന്നതും രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന അവരുടെ വികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന മനുഷ്യന്റെ വിവരക്കേടിനെ എങ്ങനെയൊക്കെയുള്ള ജീവിക്കാനത് ഇന്ത്യയോ അതേപോലെ കേരളത്തിൽ ജനിച്ച മനുഷ്യന്മാരെ അതേപോലെ മാനസിക രോഗികളൊക്കെ ആക്കി മാറ്റുന്നത് അതിൻ്റെ വിവരം എന്താണ്? അത് കൊച്ചിനെ തൊട്ട് സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ നമ്മളെ കുറിച്ച് അറിയാവുന്ന കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മളെ കുറിച്ച് പ്രതീക്ഷകൾ വെച്ച് അല്ലെങ്കിൽ സ്നേഹിക്കാവുന്ന വളർത്താവുന്ന ഒപ്പിച്ച് ജനങ്ങളുടെ അവകാശങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ എന്തോതിനെ കുറിച്ചാണ് പാർട്ടിയും ജാതിയും ഉണ്ടാക്കി വെച്ചതിനെ കൊണ്ട് വഴിയായാലും പല അവകാശങ്ങളുടെ ഓരോ പാർട്ടിയുടെ ഓരോരോ സ്റ്റോൺ എന്ന ഹൃദയങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ കഴിഞ്ഞ ഹൃദയങ്ങളുണ്ട്. അതിൻ്റെ അത് മറ്റുള്ളവരിലേക്കാക്കി വോട്ട് ഹാക്ക് ചാക്ക് എന്ന് പറയും, പാസ് ചെയ്യൊക്കെ മൊത്തം. ജാതിയും അതൊന്നും ഇല്ല. ആർക്ക് കാമകാല ജീവിക്കാൻ വന്നിട്ട് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളെ വിമർശിച്ചുകൊണ്ട് ഇതേപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നതോ ഒരു ചാനൽ ഇതേപോലെ ഫേസ്ബുക്കിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഓഫീസറൊക്കെ തല്ലിക്കൊന്നിട്ട് അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് എന്തോ കാരണം ഇതൊക്കെ ഉത്ഭവിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെയൊക്കെ എഞ്ചിനീയർമാരാണ്. ഇപ്പോഴത്തെ എഞ്ചിനീയർമാരെയൊക്കെ തിരക്കി നമ്മൾ പോകുമ്പോൾ ഇനി പറയുന്നത് ഇതാണ് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഈ പണിക്കൊക്കെ നമ്മളെന്തായാലും പ്രതിയോട് പറയും. ഇങ്ങനെ എന്തോന്നായിട്ട് ഒരു വിമർശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയേണ്ടി വരുന്നു, അങ്ങനെ പറയുന്നു. നിങ്ങളും അങ്ങനെ പറയൂ. ഫേസ്ബുക്കിനോട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ കിട്ടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതിലും നേരെയുള്ള ചാനലുകളും നമ്മൾ ചൈന പ്രക്ഷോഭങ്ങളും നടക്കുന്ന ബീഗോ എന്നൊക്കെയുള്ള ചാനലുകൾ ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ടാക്സ് ഇന്ത്യൻ രാജ്യത്ത് വരുന്ന ഭരണാധികാരികളോട് നമ്മൾ ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ കേസ് കിടക്കുന്നതിൻ്റെയൊക്കെ എങ്ങനെയാണ് അതൊക്കെ നടത്തുന്ന രീതിയിലാണെന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ, അത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആ ഒരു കാലത്ത് ഞാൻ ഇത് പറഞ്ഞിട്ട് എന്നുള്ള ജനങ്ങൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്കിൻ്റെ ഇതേപോലെ പ്രോഗ്രാം വയ്ക്കുന്ന ടാക്സും കാര്യങ്ങളും നിയമവും സദസ്യങ്ങളൊക്കെ നിലനിർത്തി തന്നെ ആയിരിക്കണം. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിലൊക്കെ ഇതിനെ ചെയ്യുന്നു, ഇങ്ങനെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് കൊണ്ടുണ്ടാവുമല്ലോ. അതൊരു സോഷ്യൽ മീഡിയ ചാനൽ പോലെ തന്നെ ആണല്ലോ. എന്നിട്ട് ഈ ഫേസ്ബുക്ക് ആര് കാണാൻ ഇതൊക്കെ ഇതൊക്കെ പറ്റിരുമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഇതിന് ജനങ്ങളെ പറ്റിക്കാനും വിറ്റിക്കാനും വേണ്ടിയിട്ട് പണം കണ്ടെത്തി സമ്പാദിച്ചു കൂട്ടുന്ന
അപ്പോൾ നമ്മളെ പോലുള്ളവർക്ക് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ അതിന് എഡ്യൂക്കേഷനും മറ്റുള്ളതും സ്കൂൾ എഡ്യൂക്കേഷനും നമ്മൾ വിമർശിക്കുന്നില്ല. എങ്കിൽ അത് സത്യസന്ധമായിട്ട് അവരുടെയൊക്കെ പ്രായങ്ങൾ കണക്കൂട്ടും ഇവരൊക്കെ പഠിച്ച സ്കൂളുകളും കോളേജുകളും നമ്മൾ ചെന്ന് തിരക്കി പിടിച്ചിട്ടൊക്കെ വേണം ഇനി ഇവരൊക്കെ പരമാവധി ഇവരൊക്കെ ബാല്യകാലങ്ങൾ കഥ എഴുതി നമ്മളൊക്കെ ഒരു കഥ എഴുതായിരുന്നു. ഇവരൊക്കെ മരണപ്പെട്ട് കഴിയുമ്പോഴെങ്കിലും നമ്മളെ കഥയെക്കുറിച്ച് പറയണ്ടേ? കാരണം ഇവരുടെയൊക്കെ ആത്മാക്കളൊക്കെ നമ്മുടെ സത്യസന്ധമായ മനുഷ്യനെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മൾ എന്നും ചെയ്യണ്ടേ? അതിൻ്റെ ഒരു എന്താണെന്ന് പറഞ്ഞത് എന്തായാലും വിമർശനം നമ്മൾ ഒരു വട്ടം വിമർശിക്കുക, ഒരുപാട് വട്ടം നമ്മൾ കാരണം ഹൃദയങ്ങൾ എന്താണ്, ബ്രെയിൻ എന്താണ്, സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ എന്താണെന്ന് ഒരു മനുഷ്യന്മാരെ അറിഞ്ഞൂടാ. അവിടെ എനിക്ക് എന്തായാലും ജീവിക്കാനുള്ളത് എനിക്ക് ഒരു നേരത്തെ ആരും മനസ്സിലാക്കി കഴിക്കണം. അത് നമ്മൾ സത്യസന്ധമായിട്ട് പറയണം. കാരണം നമ്മളൊരു കാര്യം നമുക്ക് വന്നു ഭവിച്ചതിൻ്റെ പേരിലാണ് ഈ ലൈഫ് ഈ അറ്റൈൻ്റെ എന്നുള്ള ജനങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ജ്ഞാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ജാതികളെക്കുറിച്ചും ആഹാരങ്ങളെക്കുറിച്ചും വീടിയും വൃത്തിയിലായിക്കുറിച്ചും ഭാഷകളെക്കുറിച്ചൊക്കെയാണ് വന്നു ഭവിക്കുന്നതിനെക്കുറിച്ചാണ് ഓരോ രാജ്യത്തിൽ ഇനിയും പുതിയ പുതിയ ടെക്നോളജി ഉണ്ടാക്കും. ഇതേപോലുള്ള ഒരു സത്യസന്ധമായിട്ട് നമ്മളെപ്പോലുള്ളവർ അറിയാതെ ഇതൊക്കെ ഒരു ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതേപോലെ ഇനി ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റോ അല്ലെങ്കിൽ ബാങ്കുകളോ പുതിയ പ്ലാനുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ബ്രെയിൻ വഴിയോ ഹാർട്ട് വഴിയോ ഹൃദയം വഴിയോ ഒക്കെ പരീക്ഷണങ്ങൾ ISRO നാസോയൊക്കെ ഇറക്കുന്നതിന് നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള അതിനുള്ള മാർഗം വല്ലതും കൂടെ കണ്ടുപിടിച്ചില്ല. അത് കൊല്ലാമെന്നുള്ള തീർച്ചയായും രാജ്യമൊന്നുമില്ല ബാക്കിയുള്ള ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടിക്കൊണ്ട് രാജ്യത്തെ ചോദിച്ചിട്ട് ISSൽ ഫാസിസ്റ്റ് ചിന്താഗതിയിൽ കൂടെ വന്ന് വളർന്നെത്താം എന്നുള്ള കണക്കൂട്ടുള്ള ജനവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരെ ഞാൻ ചോദിക്കുള്ളൂ. കാരണം നമ്മളൊക്കെ രാവിലെ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവരെ എങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള വരുമാനം കിട്ടാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ആനുകൂല്യമൊന്നും കിട്ടിയില്ലെന്ന് വേണ്ടി. പക്ഷെ നമ്മുടെയൊക്കെ ആർക്കും ചാക്കും പോട്ടിഞ്ഞ് നമ്മളൊക്കെ ഫോളോവേഴ്സും നമ്മളെയൊക്കെ സ്നേഹിക്കുന്നവരെ ഇല്ലാതാക്കിയിട്ട് അതിൻ്റെ മില്യനുകൾ ഫോളോവേഴ്സ് ശതമാനം അതിൻ്റെ റേറ്റൊക്കെ ആവുന്ന എടുത്തിട്ട് ആളില്ല അങ്ങനെയില്ല കേസായിട്ട് പറഞ്ഞിട്ട് ഭരണാധികാരികളുടെ കഥയാണ്. എന്തായാലും അതിനെ വിമർശിച്ചു, അതിനെക്കുറിച്ച് പറയുക. അത് ചാനലുകാരും അതിനെക്കുറിച്ച് കുറച്ചുള്ള അതിൻ്റെ ചിന്താഗതി വേണം. കാരണം ഒരു ജനങ്ങളുടെ ബന്ധുന്നത് കൊണ്ട് പറഞ്ഞു. കാരണം അവർക്കൊക്കെ മക്കളുണ്ടായിട്ട് പണമായി കഴിഞ്ഞാൽ പിന്നെ പണം കിട്ടത്തില്ലെന്നു വെച്ചു. അത് നമ്മൾ തന്നെ ഉള്ളതായിരുന്നു. പണമായിട്ട് നമുക്ക് അതിന് പാസ് ചെയ്ത് നമ്മുടെ ഹൃദയം പാസ് ചെയ്ത് എല്ലാം പാസ് ചെയ്ത് പണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ വസ്തുവും വളർത്തും പദവിക്ക് വേണ്ടി ജീവിക്കണമെന്ന നമ്മളെയൊക്കെ അവകാശങ്ങൾ എന്തായി മാറും? നമ്മുടെയൊക്കെ കഷ്ടപ്പെടേണ്ട അധ്വാനത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീക്ഷയുടെ അന്ന് നമ്മൾ സ്നേഹിക്കാനും മറ്റുള്ള രീതി ഇവരെയൊക്കെ കണക്കുകളൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലം കിട്ടിയില്ലേ. പിന്നെ എന്നെ എന്തിനാണ് എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ചോദിച്ചതിനുള്ള എന്നോട് മാത്രമല്ല ഈ കണ്ടുപിടുത്തക്കാരോടും പാർട്ടികളോടും ഉപയോഗിക്കുന്നവരോടൊക്കെ ചോദിക്കുന്നത് ജാതി മതമൊക്കെ ചോദിക്കും. കാരണം ഞാനുണ്ടാക്കുന്ന എൻ്റെ ചിന്തയും പ്രയോജനം ഉണ്ടാക്കാൻ പോകുന്ന ചിന്തിക്കുന്നവരെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാൻ അവിടെ വിദ്യാഭ്യാസം കഴിയുന്നൊന്നും അല്ല. ജനങ്ങളാണ് ഇന്ത്യൻ ജനങ്ങളും മലയാളികളുമാണ് ജാതി ഭാഷയൊക്കെ നമ്മുടെ സ്നേഹം. അതേപോലെ മറ്റുള്ള ഭാഷയിൽ ഇന്ത്യക്കാരൻ വ്യജനായിട്ട് മാറുമ്പോൾ ഇപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ തെലുങ്കിൽ പറഞ്ഞാലും എനിക്ക് അതേ പറയാൻ പറ്റും. കാരണം ഞാനിരിക്കുന്ന ഭാഷ എൻ്റെ ജാതിയോദായമാണെന്നുള്ളത്. അതായത് ഞാനിരിക്കുന്ന ഓരോ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ഹൃദയം. അല്ലെങ്കിൽ ഇപ്പം ഏത് രീതിയിൽ പറഞ്ഞാലും ഇപ്പം ഓഡിയൻസ് ഒരുപാട് പേരുണ്ടാവും. അന്നേരം കർണാടകത്തിലാണ് തെലങ്കാനയിൽ ഇന്ത്യക്കാരാണ് നമ്മൾ. അതേപോലെ വെളിനാട്ടുകാരിലും ഇന്ത്യക്കാരുണ്ടാവും. മലയാളിയും തമിഴും കർണാടകവും ഒക്കെ ഉണ്ടാവും. അവിടെയും നമ്മൾ പ്രത്യാശകളിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ കഷ്ടപ്പാട് വരുമാനത്തിൽ ഒരു അറബി ഒരു രാജ്യത്തെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ആത്മകൾ പോലെ സ്റ്റോൺ ആയിട്ടുള്ള ഹൃദയങ്ങൾ അവരുടെയൊക്കെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഹൃദയങ്ങൾ ഉപയോഗിക്കുമായിട്ട് നമ്മളെ സ്നേഹിച്ച് പരസ്പരം പോകുന്ന അറബി നാടുകളായാലും അമേരിക്കൻ ചൈന ആയാലും നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശത്രുക്കളല്ലാത്ത എല്ലാ ടൂറിസം മേഖലയുടെ ബിസിനസ് ആയിട്ടും ടൂറിസം വിദേശകാര്യ മന്ത്രാലയമായിട്ടൊക്കെ നമ്മളിവിടെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നമുക്ക് അവർക്ക് ആവശ്യമുള്ള അവർക്ക് കൊടുത്തുകൊണ്ടുള്ളവർ അതിൻ്റെയൊക്കെ വരുമാനങ്ങളും കണക്കൂട്ടലും ഒക്കെ മറ്റുള്ള രീതിയിൽ മറ്റുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഉത്ഭവിച്ചാണ് അതിൻ്റെ ടാക്സുകളും കാര്യങ്ങളും ജിഎസ്ടിയൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ച് അത് നമുക്കുണ്ടാകും. ജനങ്ങളോട് പറഞ്ഞ് കൊടുക്കാണ്ടതിന് പകരം മറ്റുള്ള രീതിയിൽ പറഞ്ഞ് എത്തിച്ചിട്ടാണ് നമ്മളെപ്പോലുള്ളവരെ എന്തിനാണ് വിളിച്ച് നമ്മുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കുന്നുണ്ടാണ് നമ്മൾ അതിനെ ഓരോ ഒന്നും ചെയ്യാതിരിക്കും. ഞാൻ നല്ല രീതിയിൽ നല്ല പ്രോഗ്രാമുകൾ ചെയ്യുന്നതായിരുന്നു. നിങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി വളരെ എനിക്ക് ഹൃദയമുണ്ട്. ഞാൻ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ മലയാളി അല്ല വേൾഡിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു ഹിന്ദു എന്നുള്ള അല്ല എൻ്റെ എന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ സപ്പോർട്ടുകൾ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാതെയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന ഹൃദയത്തിൻ്റെ അല്ലേ നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ടിൽ ഫോളോവേഴ്സും ഉണ്ടാവാതിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലോട് നിങ്ങളെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വലുതാവെന്ന് പറയുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് അവർക്ക് ജീവിക്കാനുള്ളതും ഇല്ലാതെ ബാക്കിയുള്ളവരല്ല ഞാൻ പറയുന്ന പോലെ എൻ്റെ ഹൃദയങ്ങളുമാണ്. പിന്നെ കണ്ടുപിടുത്തുന്നവർ ഒരു ജാതി ഓരോ മന്ത്രങ്ങളും അമ്പലങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ എന്തെങ്കിലും ആത്മാക്കളോ അതോ അവനവൻ്റെ ഹൃദയങ്ങളിൽ തന്നെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സ്നേഹമായിട്ട് എനിക്ക് എൻ്റെ മക്കൾ വേറെ ഉണ്ട് എൻ്റെ ജാതിപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജാതിയായി എനിക്ക് പെൺമക്കളുമാർ വേറെ എനിക്ക് മക്കളും ഉണ്ട്
അതിനും വിദ്യാഭ്യാസം കണക്ക് പോകണം, അതാണ് വയ്യ. അതൊന്നും ഇന്ത്യയിൽ എന്തൊന്നും ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള ഒരു എന്താണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇതാക്കും ബോട്ടിലാക്കും പ്രായത്തിൻ്റെ മറ്റുള്ള രീതിയിലുള്ള ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടുകളും അത് കൊച്ചിൽ തൊട്ട് നമുക്ക് അവിടെ. അതാണ് എൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ വരുന്നതെന്നാണ് പിന്നെ ഒരു തലമുറയോട് പറയാറുള്ളത്. കാരണം ഈ രാജ്യത്ത് ജനങ്ങളുടെ വിശ്വാസവും മതവിശ്വാസികളും ഇവരൊക്കെ ഇതാണ് എന്നുള്ളത് അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നമ്മളവർക്ക് പരസ്പരം കൊടുക്കുന്നുണ്ട്, അവരെ വീണ്ടും രൂപിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അന്നേരം ഏകാധിപത്യവും ഫാസിസവുമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് നമ്മളിപ്പോൾ എന്താ പറയുക, കാരണം ഇപ്പോൾ എൻ്റെ ശക്തിയും ബുദ്ധിമുട്ടുകൊണ്ടൊന്ന് വെച്ച് പൊറിപ്പിക്കുക എന്ന് പറയാനും പറ്റില്ല. കാരണം എൻ്റെ അവസ്ഥ ഞങ്ങളുടെ ശത്രുവായിട്ട് മാറിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ എന്നെ നിങ്ങൾ പുച്ഛിക്കും, നീ എന്തിനാണോ വീട്ടിലാണോ പറ്റിയില്ല. കാരണം വളർന്നു വരട്ടെ, എന്നെപ്പോലുള്ളൊരു വളർത്തു നിങ്ങൾ വളർന്നു വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് അല്ല അതിൻ്റെ ഒരു പ്രത്യാശ അതായിരുന്നു, നീ ആയിരുന്നു. ബാക്കിയുള്ളവരൊന്നും മരിക്കൂല, അവരെ കാണാതെ പോയല്ലോ നിന്റെ വളർച്ച, നിന്റെ രാജ്യങ്ങളിൽ അന്ന് അവരെയൊക്കെ ദ്രോഹിച്ചവരെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ അവർ പറയുന്നു. അങ്ങനെയുള്ളവരൊന്നും മരിക്കുന്നു എടുക്കുന്നൊന്നുമില്ല. അവർക്കൊക്കെ ഗതിയിൽ ഒന്നും ഒരു ഗതിയും പറയാനില്ലാത്ത ഒരു അല്ല, അവരൊക്കെ അഹങ്കരിക്കുന്നവരാണ്, അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വത്തുവയുടെ മനസ്സിൽ അതിനൊരു ആശ്വാസം മലയാളി എന്ന നിലയിലും അതേപോലെ മറ്റുള്ള രാജ്യത്തിലെ ദൈവങ്ങളെ സ്നേഹിക്കുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ ഉള്ള ഒരു വ്യത്യസ്ത അനുഭവങ്ങളായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോപകുമാർ ഒരിക്കൽ വീണ്ടും വരും എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്യും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയും ഈ അവസരത്തിൽ ഇതിൻ്റെ ഒരു സ്വപ്നമായിട്ട് കാണുന്നു. അതേപോലെ ബ്രെയിനുകളിൽ തന്നെ മാനേജ്മെൻറ്റുകൾ നമ്മുടെ മാനേജ്മെൻറ്റുകളോട്ട് കറക്റ്റാക്കി ഇടുന്ന അല്ലെങ്കിൽ രൂപങ്ങൾ, പേശലുകൾ അല്ലെങ്കിൽ പേശേഷനുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രീതിയിലുള്ള പ്രവൃത്തികൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗം ആയി മാറും. അതിൻ്റെ ഭക്ഷണങ്ങൾ വഴിയോ മറ്റുള്ള വഴിയോ ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയുന്നതിന് നമ്മുടെ ബ്രെയിനിലൂടെയോ ആർട്ടുകളിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തിരിച്ച് അതിൻ്റെ ഭാഷകളെ മാറ്റിക്കൊണ്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു പ്രത്യേക അവരുടെ ഹൃദയങ്ങളെ പിന്നെ കടത്തി വിടുന്നു. അവരുടെ ബ്രെയിനിലൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ച് നമ്മൾ കണക്കൂട്ടി നിൽക്കുന്ന ചില പ്രതീക്ഷകളെയാണ് മറ്റുള്ള രാജ്യങ്ങളോ ഭരണാധികാരികളോ ലാപ്ടോപ്പുകളോ ഒക്കെ പണങ്ങൾ കൊടുത്ത് നമ്മൾ ദ്രോഹിക്കുന്നത്. അങ്ങനെയുള്ളവർ നമ്മുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ദ്രോഹിക്കുന്നതിന് നമ്മളെ ദ്രോഹിക്കാനാണെന്നുള്ളത് നമുക്കറിയാം. വീണ്ടും അവരുടെ പണങ്ങൾ കൊടുക്കുക, നമ്മുടെ വരുമാനങ്ങളെ തന്നെ അവർ കവരാനുസരിച്ചിട്ടാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ശിക്ഷകൾ അവർക്ക് നയപരമായിട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മാത്രം പറയേണ്ടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ലൈക്കുകൾ, ഷെയറുകൾ, കമൻറ്റുകൾ ചെയ്ത് എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ.